നാടൊന്നാകെ രക്ഷകരായ ദിനം. കരിപ്പൂർ വിമാന ദുരന്തത്തിന് 6 ആണ്ട്. 2020 ഓഗസ്റ്റ് 7-ന് ദുബായിൽ നിന്ന് 190 പേരുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പറന്നുയർന്നു. കോവിഡ് കാലത്ത് ആശങ്കയിലായ ഒരു കൂട്ടം പ്രവാസികളെയും വഹിച്ചാണ് വിമാനം പറന്നത്. പ്രതീക്ഷയോടെ പറന്നുയർന്ന വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തില്ല. പ്രതീക്ഷകളോടെ ഉറ്റവരെ കാണാൻ വിമാനം കയറിയ പ്രവാസികളെ കാത്തിരുന്നത് ആ മഹാദുരന്തമായിരുന്നു. കേരളത്തിന് മറക്കാനാവാത്ത വിമാന ദുരന്തമായിരുന്നു അത്. കോവിഡ് ലോക്ക്ഡൌണിനെ തുടർന്ന് വിദേശത്ത് നിന്ന് നാട്ടിലെത്താൻ കഴിയാതിരുന്നവരെ തിരികെ എത്തിക്കാൻ കേന്ദ്രം നടപ്പാക്കിയ വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരമായിരുന്നു വിമാനത്തിന്റെ യാത്ര. 2 പൈലറ്റുമാരും 19 യാത്രക്കാരും ഉൾപ്പെടെ 21 പേർ മരിച്ചു. 169 പേർക്ക് പരിക്കേറ്റു. മഴയും കോവിഡും എല്ലാം അവഗണിച്ച് മലയാളികൾ രക്ഷാകരമുയർത്തിയ ദൃശ്യങ്ങൾ ആർക്കും മറക്കാനാവില്ല. 3 പിളർന്ന വിമാനഭാഗങ്ങൾക്കിടയിൽ നിന്ന് ജീവന് വേണ്ടി നിലവിളിച്ച യാത്രക്കാരെ ചേർത്തു പിടിക്കുകയായിരുന്നു മലയാളികൾ. വിമാനം ഏതു സമയം പൊട്ടിത്തെറിക്കാമെന്ന മുന്നറിയിപ്പോ കോവിഡ് ഭയമോ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായില്ല. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും പരിക്കേറ്റവരെ എത്തിച്ചു. കനത്ത മഴയിൽ റൺവേയിൽ ഇറങ്ങിയ വിമാനം തെറ്റിയിറങ്ങി 30 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വിമാനത്തിന്റെ മുൻവശത്തെ വാതിൽ വരെയുള്ള ഭാഗം പിളർന്നു. അപകടം പൈലറ്റിന്റെ പിഴവിലേക്ക് വിരൽ ചൂണ്ടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വിമാനത്താവളത്തിന്റെ പരിമിതികളും റിപ്പോർട്ടിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. വൈപ്പർ തകരാറിലായിരുന്നിട്ടും ഓട്ടോ പൈലറ്റ് രീതിയിൽ ഇറക്കുന്നതിനു പകരം സ്വന്തം നിയന്ത്രണത്തിൽ മാത്രം വിമാനമിറക്കാൻ പൈലറ്റ് ശ്രമിച്ചത് അപകട കാരണമായി. സഹ പൈലറ്റ് നൽകിയ നിർദ്ദേശങ്ങളും ലംഘിച്ചതും കരിപ്പൂരിലെ ലാൻഡിംഗ് ദുഷ്കരമെന്ന് തിരിച്ചറിഞ്ഞ് മറ്റ് വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാത്തതടക്കം മുഖ്യ പൈലറ്റ് ക്യാപ്റ്റൻ ദീപക് സാധിയുടെ പിഴവായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.